ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത നെക്സ്റ്റ് ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ള കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത്. സോ ഇതുവഴിയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത്. സോ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതാണ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ഐ തിങ്ക് ഇത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. ഭയങ്കര നല്ല വൈബാണ്. ഐ മീൻ നമ്മുടെ സിറ്റിയിൽ നിന്നൊക്കെ തനി നാടൻ, ഐ മീൻ ഒരു വില്ലേജിലേക്കൊക്കെ വരുന്ന ആ ഒരു ഫീലിംഗ് ഈ ഒരു പ്ലേസിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, ഐ മീൻ വണ്ടിയുടെ ഹോണ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഭയങ്കര ഒരു വൈബായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. Sunshine, sunshine, sunshine. ഇതാണ് നമ്മൾ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കയറുകയാണ്. ഇതാണ് ആ ഒരു എൻട്രി എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് താഴോട്ട് പോവാണ്. യെസ്, വി വിൽ റീച്ച് ട്രിവാൻഡ്രം കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ, എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം നാച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെടും. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതിനകത്ത് സ്റ്റാർട്ടിങ് വരുന്നുള്ള കുറെ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത്. സോ ഞങ്ങൾ ഇനി വണ്ടി അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി വീഡിയോ കാണാം. ഓക്കെ, സോ അപ്പോ നമ്മളിവിടെ ട്രിവാൻഡ്രം കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ, ആ ഒരു ബേർഡിന്റെ ഷേപ്പാണ് ഈ ഒരു ട്രീക്ക് ഉള്ളത് കണ്ടോ. സെയിം അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് കണ്ടോ. ഇത് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്, ഈ ഒരു മയിലിനെ പോലെ ഒരു ബേർഡിന്റെ കറക്റ്റ് ആ ഒരു. ബട്ട് ഇതിന്റെ പ്രൈസ് നോക്കിയിട്ടുണ്ടായിരുന്നേ, നോക്കിയേ 7500 രൂപയാണ് ഈ ഒരു ചെടിയുടെ വില എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു ബോൾ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ട്രീ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ചെടി. അതിന്റെ റേറ്റ് വന്നിട്ട് 2500 ആണ്. എനിക്ക് ഇവിടുത്തെ റേറ്റിംഗ്സ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. ബാക്കി വിശേഷങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് അത്യാവശ്യം നടക്കാനായിട്ടുണ്ട് കേട്ടോ. കാരണം ചെടികളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, വാങ്ങിക്കാൻ വേണ്ടി. സോ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കണ്ട് വരുവാണ്. ഫസ്റ്റ് നമ്മൾ കയറിയപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് റോസാ പൂക്കളുടെ ഇതാണ്. ഓരോ തരത്തില് ഓരോ നിറം, ഇപ്പൊ റെഡ്, റോസ്, യെല്ലോ, വൈറ്റ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് റോസാ പൂക്കളുടെ കളക്ഷൻസ് ആണ്. ലെഫ്റ്റിൽ വന്നിട്ട് വലിയ മരങ്ങളാണ്, ഇപ്പം സപ്പോട്ട, അതുപോലെ തന്നെ അങ്ങനെ ഓരോ മരങ്ങളുടെ ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ വേപ്പ്, അങ്ങനെ ഓരോ മാവ്, ഇതൊക്കെയാണ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ നടുക്കൂടെ ഇങ്ങനെ നടന്ന് പോവാണ്. അപ്പൊ നമ്മൾ ഇത് ഫുൾ നമ്മളിപ്പം ചുറ്റി നടന്ന് കണ്ട് നമുക്ക് ഇതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു ചെടിയായിരിക്കും നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടുന്ന് ഫസ്റ്റ് എൻട്രൻസിൽ നിന്ന് നടന്ന് വന്ന് ഫസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സോ അപ്പൊ നമ്മൾ ആദ്യം ഇൻഡോർ പ്ലാന്റ്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഞാൻ എന്റെ കണ്ണിൽ ഒളുക്കിയ ഒരു സാധനം, ലക്കി ബാമ്പ്. എത്ര പേർക്ക് ഈ ഒരു ലക്കി ബാമ്പ് ഇഷ്ടം ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. ബട്ട് പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഈ ഒരു ലക്കി ബാമ്പ് എന്ന് പറയുന്നത്. ഇൻഡോർ പ്ലാന്റ്സിൽ എനിക്കിതിന്റെ എല്ലാ ചെടികളുടെയും പേര് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ നെയിം പറഞ്ഞു തരുന്നതായിരിക്കും. സോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ടാങ്ക് പോലെ നമ്മുടെ ചെടികൾ എല്ലാം പ്ലാന്റ്സിന്റെ ഒക്കെ ജസ്റ്റ് ഒരു ഇൻഡോർ ഡെക്കോറം ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇവരിവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബൗളിലൊക്കെ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളൂലേ? ഓക്കെ, നമ്മുടെ ആന്തോറിയത്തിന് എനിക്കൊരു കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഇതിന്റെ പേര് വന്ന് ഓർക്കിഡ്സിന്റെ വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരു വൈറ്റും വയലറ്റും മിക്സ് ആയിട്ടുള്ളത്, പിന്നെ ഒരു സ്പൈഡർ ടൈപ്പ് വരുന്നത്,
അങ്ങനെ ഒരുപാട് ഓർക്കിഡിന്റെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സിൽ അവർ വെച്ചേക്കുന്നത്. ഇതൊക്കെ ആന്തോറിയത്തിന്റെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിന്റെ ഇതാണ്, ചെറിയ ഐറ്റംസ് ആണ് വീടിനകത്ത് വെക്കാൻ പറ്റുന്ന ആന്തോറിയംസിന്റെ ചെറുതൊക്കെയാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അതിന്റെയും പല വെറൈറ്റീസ് ഉണ്ട്. ഇതെന്താ പേര്? ഇതിന്റെ പേരറിയാന്നുള്ളവര് താഴെ കമന്റ് ബോക്സിൽ പറയേണ്ടതാണ്. ഓക്കെ. എനിക്കിവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ലക്കി ബാമ്പു. സോ ഈ ഒരു ഫുൾ റോയും ലക്കി ബാമ്പു കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ടെന്ന് പറഞ്ഞാൽ, ഭയങ്കര ഭംഗിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പല റേറ്റ് ആണ് ഇവിടെ വരുന്നത് ഇതിനെല്ലാം. 1200 രൂപ മുതൽ അങ്ങോട്ട് എത്രയാണ് റേറ്റ് എന്നുള്ളത് വെച്ചിട്ടില്ല. ബട്ട് ഇത് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്ന് സൈസിൻ്റെ ഇതനുസരിച്ചിട്ടായിരിക്കും 1200 രൂപയാണ്. സോ ഐ റിയലി ഗുഡ്. ഐ മീൻ ചെടികളെല്ലാം പക്ക ഗുഡാണ്. ബട്ട് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ എന്നെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈ തന്നെയാണ്. സോ നമ്മളിപ്പോൾ അവിടുത്തെ ആ ഒരു എന്താ ലക്കി ബാമ്പു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് വന്നേക്കുന്നത് കാറ്റസിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതെല്ലാം സെപ്പറേറ്റ് എന്തൊക്കെയോ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ, ഇതിന് കറക്റ്റ് പേരെന്ന് പറയുന്നത് കാറ്റസിൻ്റെ ഗണത്തിൽപ്പെട്ട ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ഐ തിങ്ക് സ്റ്റാർട്ടിങ് 50 രൂപ മുതൽ തന്നെ സ്റ്റാർട്ടിങ് ഉണ്ട്. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. കാറ്റസിന്റെ ഭയങ്കര വലിയ ഇത് കണ്ടോ? നമ്മൾ നേരത്തെ കണ്ടത് കുഞ്ഞായിരുന്നു, ബട്ട് ഇത് കണ്ടോ കാറ്റസ് ഇത്രയും വലുതാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്, കാറ്റസ് ഇത്ര വലുതായിട്ട് നിൽക്കുന്നത്. ഞാൻ ഇതുപോലെ മീഡിയം സൈസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് ഇത്രയും വലിയൊരു സൈസ് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിന്റെ പേര് എനിക്കറിയത്തില്ല, ബട്ട് ഇതെന്റെ വീട്ടിലെ ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. സോ അതുകൊണ്ട് ഞാനിത് ഭയങ്കര രീതിയിൽ നോക്കുന്നില്ല. ബട്ട് കൊള്ളാം, ഇതിന്റെ ലീവ്സ് ഒക്കെ വന്നിട്ട് നല്ല രീതിക്ക് കട്ടിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാനായിട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള ചെടിയാണ് ഇതെന്നൊക്കെ പറയുന്നത്. സോ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആണ് ഞാൻ കൂടുതലും ക്യാപ്ചർ ചെയ്തേക്കുന്നത്. ഇത് മൊത്തത്തിൽ കാണിക്കാൻ നിന്ന ഈ ഒരു വ്ളോഗ് തന്നെ തികയണമെന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മൊത്തത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാവുന്നതാണ്. ലൊക്കേഷനിലൊക്കെ ഉള്ളതാണ് ഗൂഗിൾ മാപ്പിൽ. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നേരെ ഇവിടെ തന്നെ വരാവുന്നതാണ്. ഇതിനു മുന്നേ വന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വരിക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരുപാട് വെറൈറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കണ്ട് ഇവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരുപാട് വെജിറ്റബിൾസ്, നമ്മൾ ചീര, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി വെജിറ്റബിൾസിൻ്റെയൊക്കെ തൈയൊക്കെ അവരിവിടെ വെച്ചിട്ടുണ്ട്, തക്കാളിയുടെയൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഫിഷ് ടാങ്കിലും അല്ലാണ്ടൊക്കെ വെക്കുന്ന നമ്മുടെ കല്ലുകളൊക്കെ ഇല്ലേ, നല്ല ഷേപ്സിലുള്ള കല്ലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ചെടിച്ചട്ടികൾ, ഇതെല്ലാം ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അവിടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അലങ്കാര വസ്തുവായിട്ടൊക്കെ നമ്മൾ വെക്കുന്ന ഈ ഒരു ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു നമ്മുടെ മരത്തിൻ്റെയൊക്കെ മോഡൽസ് ആയിക്കോട്ടെ, ബേർഡ്സിൻ്റെത്, മൃഗങ്ങളുടേത്, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളപ്പോൾ അത് അവിടെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അടുത്തൊരു അട്രാക്ഷൻ തോന്നിയ ഒരു ഐറ്റമായിരുന്നു ഈ ഒരു ബുദ്ധ. നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനം എന്നൊക്കെ പറയുന്നതിന്, ഒരു പീസ്ഫുൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വെള്ള പ്രാവിനെയാണ് നമ്മൾ മൈൻഡ് ചെയ്യുക. അതേപോലെ ഒരു പീസ്ഫുൾ ആയിട്ട് നമ്മൾ അടുത്ത് കാണുന്ന ഒരു സംഭവമാണ് ബുദ്ധ എന്ന് പറയുന്നത്. സോ അപ്പം ആ ഒരു ബുദ്ധയുടെ ഒക്കെ സ്റ്റാച്യൂസ് ബ്ലാക്ക് ഉണ്ട്, ഒരു ആഷ് കളർ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇത് എന്തിനൊക്കെയാണ് വെച്ചേക്കുന്നതെന്നുള്ളതെന്ന് അറിയത്തില്ല, ചെയ്ത് വെച്ചേക്കുന്നത്. ബട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ തന്നെ അവർ നിർമ്മിച്ച് കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ നമുക്ക് ഡെക്കറേഷൻ ഐറ്റംസിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി വരുന്ന ആ ഒരു സാധനങ്ങളൊക്കെ അവിടുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ഇത് ഇടുന്നതായിരിക്കും, പറഞ്ഞു തരാം കറക്റ്റ്ലി. സെയിം ആണ് കേട്ടോ കാണുന്നത്. ഞാൻ നോർമലി ഈ ഒരു ബോളിൻ്റെ ഐറ്റംസ് ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബുദ്ധയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഈ ഒരു സീന് കാണുന്നത്. സോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതെന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ പേരയുടെ ചെടിയുണ്ട്, അതുപോലെ തന്നെ മാവ്, അങ്ങനെ ഒരുപാട് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചെടി ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുള്ള ഒരു ഡേ കൂടിയാണെന്ന് തോന്നുന്നു, കാരണം നല്ല രീതിക്ക് തിരക്കുണ്ട്. നെക്സ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ലക്കി ബാമ്പു കഴിഞ്ഞാൽ അടുത്ത മൈ ഫേവറേറ്റ് ഐറ്റംസിലൊന്നാണ് ഈ ബോൺസായി എന്ന് പറയുന്നത്. സോ അപ്പം അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് എന്തുവാ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ബോൺസായിയുടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബോൺസായിയുടെ വെറൈറ്റീസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് അതിൻ്റെ ഇപ്പോൾ ഓരോ സൈസും ഓരോ ഷേപ്പും അതിൻ്റെയൊക്കെ ഓരോ വെറൈറ്റിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഈ ഒരു റൂട്ട് വന്നിട്ടൊക്കെ ഇങ്ങനെയാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. അതിൻ്റെ ഭയങ്കര രസമില്ലേ ഈ ഒരു ഇതൊക്കെ കാണാനായിട്ട്, ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ബോൺസായി പ്ലാന്റ് എന്നിങ്ങനെ പറയുന്നത്. ഇതിൻ്റെ ചെറുതൊക്കെ നമുക്ക് ഇൻഡോറിൽ വെക്കാവുന്ന ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് ഐ മീൻ റൈറ്റ് ടു ലെഫ്റ്റ് ഫുൾ ഈ ഒരു ഭാഗത്തേക്ക് കയറുമ്പോൾ ബോൺസായിയുടെ ഫുൾ റൈറ്റ് ആണ് കേട്ടോ. ഈ ഒരു ലോങ് ട്രീ ഉണ്ടായിരുന്നു, എന്ത് നല്ല ഭംഗിയാന്ന് കണ്ടു, സൂപ്പറായിട്ടുള്ള ഒരു ഇതാണ്. സോ നമുക്ക് ഇതിൻ്റെ ഇവിടെ നിന്നിട്ട് എൻ്റെ നല്ല നല്ല ഭംഗി ഇതേ കാണാനായിട്ട്. ഈ ഒരു ഇത് എത്ര രൂപയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ലോങ് ബോൺസായിയുടെ ഇതിന്. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പറയുക. ഐ തിങ്ക് ഞാൻ എൻ്റെ ഒരു ഗസ് വെച്ചിട്ട് പറയാമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ലക്ഷങ്ങളാണ് ഇതിൻ്റെ വില. സോ ഇത് ഒരുപാടുണ്ട് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു 1 ഡേ ട്രിപ്പായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അത്രയും വെറൈറ്റി ചെടിയൊക്കെ നിങ്ങൾക്ക് വന്ന് കാണാവുന്നതാണ്. സോ അപ്പോൾ ഇന്ന് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ഇനി കണ്ട് ഫുള്ളൊന്ന് കാണാനായിട്ടുള്ള ത്രാണിയില്ല, ഒന്നാമതേ ടയേർഡാണ്. സോ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.